കുമ്പളങ്ങ അലുവ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്ത് മുറിച്ച് ചെത്തിക്കളയണം. ചെത്തിയിട്ട കുമ്പളങ്ങ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെക്കണം. ഗ്രൈൻഡ് ചെയ്ത കുമ്പളങ്ങ അത് പിഴിഞ്ഞെടുക്കണം. അര ലിറ്റർ ജ്യൂസ് ഉണ്ട്. അതിൻ്റെ പിസറ വേറെ. ഇനി നമുക്ക് ഇത് പാകം ചെയ്യാൻ പോകാം. ഒരു 500 പഞ്ചസാര ഇടണം. അത് പാനിലൊഴിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ കുമ്പളങ്ങയുടെ ജ്യൂസ് മാത്രം ചേർത്താവും. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർക്കണം. അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ ഇടണം. കുമ്പളങ്ങേൻ്റെ പിഴിഞ്ഞെടുത്ത ചണ്ടി ഇനി നല്ലപോലെ ഇളക്കി കുറുകണോടം വരെ ഇളക്കണം. ഇതിൻ്റെ അകത്ത് ഒരു വെക്കാം. ഇതിപ്പോൾ കളർ കുറച്ച് ഒരു ലേശം കളറിന് വേണ്ടിയിട്ടുണ്ട്. അപ്പം കുമ്പളങ്ങേൻ്റെ കളർ മാറി. ഇനി ഇത് നല്ലപോലെ വറ്റണോടം വരെ ഇളക്കണം. ഏലക്കാപ്പൊടിയും കൂടി ഇടണം. ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി. വരുന്നുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഒരു ശകല ഒരു മുറിൻ്റെ കുറച്ച് അത് അങ്ങനെ നമ്മുടെ അലുവ സെറ്റായി വരുവാണ്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് നെയ്യിൽ വറുത്തത് ഇട്ട്
ചേർക്കുവാണ്. കുമ്പളങ്ങ അലുവ റെഡിയായി. അതൊരു ബൗളിയിട്ട് മാറ്റുവാണ്. ഇത് നമ്മുടെ തമിഴ്നാട് പോലെയുള്ള സ്ഥലത്ത് ഫങ്ഷനൊക്കെ വരുമ്പം ഇത് അവിടുത്തെ മെയിൻ ഒരു പലഹാരമാണ്. ഓക്കെ, കുമ്പളങ്ങ ഇതാ ടേസ്റ്റ് ചെയ്യാണ്ട് കുമ്പളങ്ങ അലുവ അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.